അപ്പോൾ അതാ നമ്മൾ മെറ്റലിട്ട്, അപ്പോൾ മെറ്റലൊക്കെ ഇട്ട് ഏകദേശം ഇനി മറയ്ക്കണം, മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കോൺക്രീറ്റ് തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടിന് സഹായിയായിട്ട് ഇതാ ആൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക്. അപ്പോൾ ഏകദേശം കണ്ടല്ലേ, ഇങ്ങനെ ഇടാനുണ്ട്. ഏകദേശം അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടിൻ്റെ ഇതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ റൂം മുകളിലേക്ക് എടുത്താണ്. അവിടെയും കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ താഴത്തത് തീർക്കുക, അതിന് ശേഷം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് മിക്സിങ് ഒക്കെ കഴിച്ചിന്. അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം കുടയുക, നേരെ നമുക്ക് കോരിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി മിക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളതിന് പിന്നെ എന്താ പറയുക, നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ എടുത്ത ഭാഗത്തുനിന്ന് തന്നെ കേട്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് പലകയൊക്കെ നല്ല നനച്ച് എന്നിട്ട് ഇടാൻ തുടങ്ങാം കേട്ടോ. പലകയും കല്ലൊക്കെ നല്ല നനഞ്ഞ്. അപ്പോൾ ഇനി കോൺക്രീറ്റ് ഇടാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് തുടങ്ങി. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മിക്സിങ് ഒക്കെ ലെവലാക്കി ഇതൊക്കെ നല്ല ജാറൊക്കെ ഇറങ്ങണ രൂപത്തിൽ മൂലയിൽ ഇച്ചിരി നല്ല ജാറൊക്കെ ഇറക്കി കൊടുക്കണം. ആ, ഓനാണ് ഇപ്പോൾ ഇത് തേക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കോൺക്രീറ്റ് ടോപ്പ് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്ര ഭാഗം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പിന്നെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഇട്ടിട്ട് പോരുകയാണ് കേട്ടോ.